ശർക്കര കൊണ്ടൊരു തുലാഭാരം. അമ്മു അയൽക്കാരനായ ബിജുമോനെ പരീക്ഷാഫലം പുറത്തു വന്നാൽ ഉടനെ വിവാഹം ചെയ്യുമെന്ന് രണ്ടുപേരുടെയും കുടുംബക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അത്രയധികം ചേർച്ചയുള്ള ഒരാണിനെയും പെണ്ണിനെയും കാണുവാൻ പ്രയാസമായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. രണ്ടുപേരും ബോംബെ നഗരത്തിൽ വളർന്നവർ. രണ്ടുപേരും കൊലാബയിൽ ഒരേ തെരുവിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടു കെട്ടിടങ്ങളിൽ താമസിച്ചിരുന്നവർ. രണ്ടുപേരും ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിൽ ഇരുന്നിരുന്നവർ. രണ്ടുപേരും വൈകുന്നേരം ഒരേ ക്ലബിൽ പോയി ടെന്നീസ് കളിച്ചവർ. രണ്ടുപേരും IAS പരീക്ഷയ്ക്ക് ഇരുന്നവർ. മാത്രമല്ല, കാഴ്ചയിലും അവർക്ക് പല സാമ്യതകളും ഉണ്ടായിരുന്നു. വെളുത്ത നിറം, മെലിഞ്ഞ ശരീരം, മിനുസമുള്ള പട്ടുന്നൂൽ പോലെയുള്ള മുടി, നേർത്ത വിരലുകൾ. എന്തിനു പറയുന്നു, അപരിചിതർ പലപ്പോഴും അവർ ആങ്ങളെയും പെങ്ങളുമാണെന്ന് തെറ്റിദ്ധരിച്ചു. രജനി പണിക്കരും ബിജുമോൻ പിള്ളയും ഒരമ്മ ഇരട്ടപെറ്റ മക്കളെ പോലെയായിരുന്നു. രണ്ടുപേർക്കും ഏറ്റവും പ്രിയപ്പെട്ട വിഷയം ഇംഗ്ലീഷ് സാഹിത്യമായിരുന്നു. കവിതാ പുസ്തകങ്ങളിൽ നിന്ന് ഉച്ചാരണശുദ്ധിയോടെ വരികൾ ഉദ്ധരിക്കുവാൻ ബിജുമോൻ താല്പര്യം പ്രകടിപ്പിച്ചു. ബിജുമോൻ ഒരു പ്രൊഫസർ ആവേണ്ടതാണ്, അമ്മു എന്ന രജനി ഒരിക്കൽ ആ സതീർത്ഥ്യനോട് പറഞ്ഞു. ഒരു IASകാരി പ്രൊഫസറുടെ ഭാര്യയായി ഒതുങ്ങിക്കഴിയുവാൻ തയ്യാറാവുമോ? അയാൾ അവളോട് ചോദിച്ചു. എന്റെ ഭർത്താവുക മാത്രമല്ലല്ലോ ബിജുമോന്റെ ലക്ഷ്യം. അവനവന് പരിപൂർണ സംതൃപ്തി സമ്പാദിച്ചു തരുന്ന ഒരു ജീവിത രീതിയും തിരഞ്ഞെടുക്കണമല്ലോ. ഒരു ഡിസ്ട്രിക്ട് കളക്ടറായി അവിടെ നീതിയും നിയമവും നടപ്പിലാക്കി ജീവിച്ചാൽ ബിജുമോന് സംതൃപ്തി കിട്ടുമോ? അമ്മു ചോദിച്ചു. ഞാൻ അതിനെപ്പറ്റി ഇതുവരെ ആലോചിച്ചു നോക്കിയിട്ടില്ല. അമ്മു എൻ്റെ കൂടെയുണ്ടെങ്കിൽ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിച്ചു പോയി, അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ബിജുമോൻ പറയുന്നതിന്റെ അർത്ഥം ഞാൻ അത്ര കണ്ട് സ്നേഹിക്കപ്പെടുന്നു എന്നാണല്ലോ. സ്നേഹമെന്ന വാക്ക് നിങ്ങൾ ഉച്ചരിച്ചു കേട്ടിട്ടില്ല, അമ്മു പറഞ്ഞു. ഒരു ജീവിതകാലം മുഴുവനും തമ്മിൽ സ്നേഹിച്ചു വളർന്നു. സ്നേഹമെന്ന വാക്ക് ഉച്ചരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. അമ്മുവിന് എൻ്റെ സ്നേഹത്തിൽ വിശ്വാസമില്ല എന്ന് ഇപ്പോൾ ഈ നിമിഷത്തിൽ മാത്രമാണ് ഞാൻ അറിയുന്നത്, ബിജുമോൻ പറഞ്ഞു. അയാൾ അവളുടെ കരം ഗ്രഹിക്കുവാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ അവൾ ധൃതിയിൽ മുന്നോട്ട് നടന്നു. അവർ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ കടമെടുത്ത് തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുകയായിരുന്നു. സാധാരണ ചെയ്യാറുള്ളതുപോലെ വീട്ടുവാതിൽക്കൽ വെച്ച് അവൾ തന്നെ കാപ്പി കുടിക്കാനായി ക്ഷണിക്കുമെന്ന് ബിജുമോൻ ആശിച്ചു. പക്ഷേ ആ വീട് വരെ എത്തിയപ്പോൾ ബായ് എന്ന് മാത്രം പറഞ്ഞ് അവൾ അകത്തേക്ക് പ്രവേശിക്കുകയും തൻ്റെ മുഖത്ത് വാതിൽ കൊട്ടിയടയ്ക്കുകയും ചെയ്തത് കണ്ടപ്പോൾ അയാൾ വിഷണ്ണനായി. താൻ എന്തു കുറ്റമാണ് ചെയ്തത് എന്ന് പറഞ്ഞു തരാനുള്ള സന്മനസ്സും അവൾക്ക് ഉണ്ടായില്ലല്ലോ എന്ന് അയാൾ കുണ്ഠിതപ്പെട്ടു. അമ്മുവുമായുള്ള തൻ്റെ വിവാഹം ഇനി അധികം വൈകിക്കരുതെന്ന് ബിജുമോൻ തൻ്റെ അമ്മയോട് പറഞ്ഞു. അഥവാ താൻ IASൽ തോറ്റാൽ ഇനിയത്തെ വർഷം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാനുള്ള സ്വസ്ഥത അവളുടെ സമീപത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അവൾ നഗരം വിട്ടാൽ തൻ്റെ മനസ്സ് അസ്വസ്ഥമായേക്കുമെന്ന് ബിജുമോൻ ഭയന്നു. കാരണം അമ്മു ആകർഷീയമാണ്. അവളെ വശീകരിച്ച് സ്വന്തമാക്കുവാൻ തന്നെക്കാൾ ആകർഷണീയർ ശ്രമിക്കുമെന്നതിൽ സംശയമില്ല. തങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളായി നിലനിന്നു വരുന്ന സൗഹൃദം കാരണമാണ് അമ്മു തന്നെ വിവാഹം ചെയ്യാമെന്ന് സമ്മതിച്ചതെന്ന് അയാൾക്കറിയാമായിരുന്നു. അവളെ ഫലിതോക്തികൾ കൊണ്ട് പൊട്ടിച്ചിരിപ്പിക്കുവാൻ അയാൾ ശ്രമിച്ചു. ബിജുമോന്റെ ഫലിതം പരിഹാസം മാത്രമാണ്, ഒരിക്കൽ അമ്മു പറഞ്ഞു. പരിഹാസം അമ്മുവിന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് പൊട്ടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിജുമോൻ ചോദിച്ചു. ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാത്തവർ തെറ്റായി ഇംഗ്ലീഷ് ഉച്ചരിക്കുമ്പോൾ ബിജുമോൻ പൊട്ടിച്ചിരിച്ചു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും ഏറ്റവും പ്രശസ്തി ആർജിച്ച കലാലയങ്ങളും പഠിച്ചവർ അത്തരം സൗഭാഗ്യങ്ങൾ നേടുവാൻ കഴിയാത്ത നിർഭാഗ്യവാന്മാരെയും നിർഭാഗ്യവതികളെയും പരിഹസിക്കുന്നത് വെറും വില കുറഞ്ഞ ക്രൂരതയാണെന്ന് അമ്മു പറഞ്ഞു. ബിജുമോന്റെ മലയാളം ഉച്ചാരണം കേട്ടാൽ യഥാർത്ഥ മലയാളികൾ പരിഹസിച്ചു ചിരിക്കും, അവൾ പറഞ്ഞു. അമ്മ ധിക്കാരിയാണെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് ബിജുമോൻ ഓർമ്മിച്ചു. പക്ഷേ തൻ്റെ ഭാര്യയായി വാഴുമ്പോൾ ആ ധിക്കാരം എത്രയോ വേഗത്തിൽ മാറ്റിയെടുക്കാമെന്ന് അയാൾ തന്നെത്താൻ പറഞ്ഞു. ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ഗർഭം ധരിച്ചാൽ അവൾക്ക് എത്ര മാസം ലീവ് കിട്ടും? അമ്മ ഒരു ദിവസം ചോദിച്ചു. ബിജുമോന് സ്വന്തം മുഖം ലജ്ജയുടെ ചൂടിൽ തുടുക്കുന്നതായി തോന്നി. അമ്മു അത്തരം പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കണ്ട, നമുക്ക് കുട്ടികൾ വേണ്ട. ഈ ന്യൂക്ലിയർ യുഗത്തിൽ കുട്ടികളെ ജനിപ്പിക്കുന്നത് ഉത്തരവാദിത്വമില്ലായ്മ മാത്രമാണ്, ബിജുമോൻ പ്രസ്താവിച്ചു. ബിജുമോൻ കുട്ടികളെ വേണ്ടേ? എനിക്ക് കുട്ടികളെ ഇഷ്ടമാണ്, അമ്മു പറഞ്ഞു. കുട്ടികളെ എനിക്കും ഇഷ്ടമാണ്. അവരുടെ അച്ഛനമ്മമാർ
കുളിപ്പിച്ച് വേഷം ധരിപ്പിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ തീർച്ചയായും അവരെ ലാളിക്കാം. ചാച്ചാ നെഹ്റുവിനെ പോലെ ഞാനും അവരെ ഓമനിക്കും. പക്ഷേ വീട്ടിൽ എൻ്റെ കിടപ്പുമുറിയിൽ തൻ്റെ സ്വന്തം കിടക്കയിൽ ഒരു കുഞ്ഞു മൂത്രപൊഴിക്കുകയും ഛർദ്ദിക്കുകയും മറ്റും ചെയ്യുന്നത് എനിക്ക് തീരെ സഹിക്കുവാൻ വയ്യ. ബിജുമോൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടെ പൊട്ടിച്ചിരി ഒരു പരുന്തിൻ്റെ ചിറകടിയെ അനുസ്മരിപ്പിക്കുന്നു എന്ന് അമ്മുവിന് ആ നിമിഷത്തിൽ തോന്നി. അന്യോന്യം കലഹിച്ചാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇടയ്ക്കിടെ പ്രകടിപ്പിച്ചാലും അവർ രണ്ടുപേരും സന്തത സഹചാരികളായി തന്നെ ജീവിച്ചു. ബിജുമോന് മഞ്ഞക്കാമല പിടിപെട്ടപ്പോൾ രോഗം പകരുമെന്ന് കണക്കാക്കാതെ അമ്മ അയാളെ പരിചരിച്ചു. അയാൾക്ക് മുസമ്പി നീരുണ്ടാക്കുകയും അയാളുടെ മുഖവും ശരീരവും ചൂടുവെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തോർത്തുകൊണ്ട് തുടച്ചു വൃത്തിയാക്കുകയും അയാളുടെ ഛർദ്ദി വീണ വിരികൾ നനച്ചലക്കുകയും അവൾ ചെയ്തു. അയാളുടെ അമ്മ ഒരു ദിവസത്തിൽ പലതവണയും പറഞ്ഞു, എൻ്റെ ബിജുമോൻ ഭാഗ്യമുള്ള കുട്ടിയാണ്, അമ്മുവിനെ അവന് കിട്ടിയല്ലോ. അയാളുടെ രോഗം അതിൻ്റെ മൂർധന്യ ദശയിലെത്തിയപ്പോൾ അവൾ രാത്രിയിലും സ്വഗൃഹത്തിലേക്ക് മടങ്ങിയില്ല. അയാളുടെ അമ്മയോടൊപ്പം അവൾ രോഗിയുടെ മുറിയിൽ ഒരു മെത്തപ്പായി വിരിച്ചു കിടന്നു. അമ്മയെ തനിച്ചാക്കി വീട്ടിൽ പോകാൻ മനസ്സ് വരുന്നില്ല. അമ്മ പിറുപിറുത്തു. അവളുടെ അച്ഛനമ്മമാർ അവളെ എതിർത്തില്ല. രോഗവിമുക്തനായപ്പോൾ ഒരു വിവാഹ നിശ്ചയം നടന്നു. അവളുടെ മോതിരവിരലിൽ ബിജുമോൻ ഒരു വൈരമോതിരം അണിയിച്ചു. അമ്മുവിൻ്റെ പെരുമാറ്റത്തിൽ വിവാഹ നിശ്ചയത്തിന് ശേഷവും ഒരു വ്യത്യാസവും ആർക്കും കാണാൻ കഴിഞ്ഞില്ല. അവൾ നിർവികാരയാണെന്ന് ബിജുമോൻ ആരോപിച്ചു. ആരോപണത്തെ എതിർക്കുവാൻ അമ്മു മിനക്കെട്ടതുമില്ല. ബിജുമോന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനായി മാതാപിതാക്കൾ അയാൾക്ക് കരളിന്റെ സൂപ്പും കാളക്കുട്ടിയുടെ ചാറും മറ്റും ഉണ്ടാക്കിച്ചു കൊടുത്തു. തന്റെ ക്ഷീണിച്ച കൈകൾ മുന്നോട്ട് നീട്ടിക്കൊണ്ട് ബിജുമോൻ ഒരു ദിവസം അമ്മുവിനോട് പറഞ്ഞു, എൻ്റെ കൈകൾ എന്നും മെലിഞ്ഞിരിക്കും. 5 or 6 തലമുറകളായി കൈകൊണ്ട് ഒരു ജോലിയും ചെയ്യാത്ത ഒരു പ്രഭു കുടുംബത്തിന്റെ അനന്തരാവകാശിയാണ് ഞാൻ. എൻ്റെ കുടുംബത്തിലെ പുരുഷന്മാർ സുന്ദരികളെ ആശ്ലേഷിക്കുവാൻ മാത്രമാണ് കൈകൾ ഉപയോഗിക്കുന്നത്. ബിജുവിന്റെ സ്വരത്തിൽ വെളിപ്പെട്ട ദുരഭിമാനം അമ്മുവിന് അസഹനീയമായി അനുഭവപ്പെട്ടു. അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. മറ്റൊരിക്കൽ അമ്മ അയാളുടെ വീട്ടിലെത്തിയപ്പോൾ കുളി കഴിഞ്ഞ് ബിജുമോൻ കുളിമുറിയിൽ നിന്ന് പുറത്തു കിടക്കുകയായിരുന്നു. അയാളുടെ കാതുകൾ ഒരു വെള്ളമുയലിന്റെ കാതുകൾ എന്ന പോലെ ചുവന്നിരുന്നു. അയാൾ അവളുടെ കയ്യിൽ ഒരു ചെറിയ ടിൻ കൊടുത്തിട്ട് പറഞ്ഞു, അമ്മു, എൻ്റെ തലയിൽ കുറച്ച് രാസ്നാദിപ്പൊടി തേച്ച് തിരുമ്മി തരൂ. അവൾ അയാളുടെ മൂർധാവിൽ രാസ്നാദിപ്പൊടി തേച്ച് തിരുമ്മുമ്പോൾ അയാൾ അവളെ കെട്ടിപ്പിടിച്ച് തൻ്റെ മുഖം അവളുടെ മാർവിടത്തിൽ ഒളിപ്പിച്ചു. അയാൾക്ക് താൻ ഒരു അമ്മ മാത്രമാണെന്ന് ആ നിമിഷത്തിൽ അമ്മുവിന് തോന്നിപ്പോയി. ബിജുമോന്റെ രോഗശാന്തിക്കായി അയാളുടെ അമ്മ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ശർക്കര കൊണ്ടൊരു തുലാഭാരം നടത്താമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അത് നടത്തുവാനായി അയാളുടെ ജന്മനാളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നെത്താമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. പക്ഷേ ബിജുമോന്റെ അച്ഛന് ഒരു ഹൃദ്രോഗബാധ ഉണ്ടായതുകൊണ്ട് അവർക്ക് അദ്ദേഹത്തെ വീട്ടിൽ തനിച്ചാക്കി എങ്ങും പോവാൻ വയ്യാതായി. തെറ്റുകൂടാതെ മലയാളം സംസാരിക്കുവാൻ കഴിവില്ലാത്ത ബിജുമോനെ ഗുരുവായൂരിൽ കൊണ്ടുപോയി വഴിപാട് കഴിപ്പിച്ച് മടക്കി കൊണ്ടുവരാൻ അയാളുടെ അച്ഛനമ്മമാർ അമ്മുവിനെ നിയോഗിച്ചു. അമ്മുവിന്റെ അമ്മാവന്റെ വീട് ഗുരുവായൂരിലായിരുന്നു. അമ്മാവന്റെ അനാരോഗ്യവതിയായ വിധവയും മകനും താമസിച്ചിരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് 1/2 ഫർലോങ് ദൂരത്താണ്. 3-4 വർഷങ്ങളോളം അമ്മുവിന്റെ അമ്മ തന്റെ സഹോദര പത്നിക്ക് കത്തുകൾ കൂടി എഴുതിയിരുന്നില്ല. അവർ മൂത്രാശയ സംബന്ധിയായ ഒരു രോഗം ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടപ്പോൾ അമ്മുവും മാതാപിതാക്കളും ഗുരുവായൂരിൽ ചെന്ന് അവരെ കണ്ടിരുന്നു. ടാറ്റ കമ്പനിയിൽ ജോലി നോക്കിയിരുന്ന ഏകപുത്രൻ നീണ്ട ലീവെടുത്ത് തന്നെ പരിചരിക്കുവാനായി നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അന്ന് രോഗിണി പറഞ്ഞു. അമ്മുവിന് അപ്പുവേട്ടന് ഓർമ്മയില്ലയോ? ഓർമ്മ ഉണ്ടാവില്ല, ചെറിയ കുട്ടിയായിരുമ്പോൾ കണ്ടതല്ലേ. അവർ അന്ന് അമ്മുവിനെ തന്റെ കട്ടിലിനോട് അടുപ്പിച്ച് ചോദിച്ചു. അമ്മായിക്ക് തന്നെ കൊണ്ട് അപ്പുവേട്ടനെ വിവാഹം ചെയ്യിപ്പിക്കുവാൻ അതിയായ താല്പര്യമുണ്ടെന്ന് അമ്മ ഒരിക്കൽ അച്ഛനോട് പറയുന്നത് അമ്മു പിന്നീട് കേട്ടു. അമ്മു നഗരത്തിൽ വളർന്ന കുട്ടിയല്ലേ, അവൾക്ക് പരിഷ്കാരിയായ ഒരു വരൻ വേണമെന്നുണ്ടാകും, അച്ഛനന്ന് പറഞ്ഞു. ബാല്യകാലത്തിൽ ഗുരുവായൂർ സന്ദർശിച്ചിരുന്നപ്പോൾ തോർത്തുമുണ്ട് മാത്രം ചുറ്റി അമ്പലത്തിലേക്ക് പോകുന്ന അപ്പുവേട്ടനെ അമ്മു പലതവണയും കണ്ടിരുന്നു. തന്നെ മമ്മിയൂർ ക്ഷേത്രത്തിന്റെ കുളത്തിലിറക്കി നീന്തുവാൻ അയാൾ പഠിപ്പിച്ചതും അമ്മ ഓർത്തു. മുടിയിൽ എല്ലായ്പ്പോഴും മെഴുക്ക് പ്രദർശിപ്പിച്ചിരുന്ന അപ്പുവേട്ടൻ തനി നാടൻ. അമ്മു ബിജുമോനെ കൂട്ടി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വണ്ടി ഇറങ്ങിയപ്പോൾ പ്ലാറ്റ്ഫോമിൽ ഒരു ഖദർ മുണ്ടും ചുറ്റി മുറിക്കയ്യൻ ഖദർ ഷർട്ടും ധരിച്ച് അപ്പുവേട്ടൻ നിന്നിരുന്നു. 6 അടിയിലധികം പൊക്കവും
നല്ല വണ്ണവുമുള്ള ഒരാൾ. തലമുടി ചുരുളുകളിൽ തിളങ്ങുന്ന മെഴുക്ക് കണ്ടപ്പോൾ അമ്മു ഉറക്കെ ചിരിച്ചു. അതാ അപ്പുവേട്ടൻ നിൽക്കുന്നു, അവൾ വിളിച്ചു പറഞ്ഞു. അമ്മുവിന്റെ നാടൻ മുറച്ചെറുക്കനല്ലേ? ബിജുമോൻ ചോദിച്ചു. അമ്മു തല കുലുക്കി. ഇതാ ഞാനൊന്ന് പറഞ്ഞു കളയാം, അപ്പുവേട്ടനെ പരിഹസിക്കരുത്. പരുക്കനാണെങ്കിലും ആളൊരു പാവമാണ്, അവൾ ബിജുമോനോട് മന്ത്രിച്ചു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഉടൻ അപ്പുവേട്ടൻ ധൃതിയിൽ നടന്നു വന്ന് അവളുടെ തുകൽപ്പെട്ടി വാങ്ങി. അയാൾ ചിരിച്ചപ്പോൾ താമ്പൂലരസം തട്ടി ചുവന്നതെങ്കിലും ഉറപ്പും ഭംഗിയുമുള്ള പല്ലുകൾ അവൾക്ക് കാണാൻ കഴിഞ്ഞു. ഇതാണ് ബിജുമോൻ, അമ്മ പറഞ്ഞു. ഈ വിദ്വാന്റെ ശരിക്കുള്ള പേരെന്താ? അച്ഛനോ അമ്മാവനോ മടിയിൽ വെച്ച് ബിജുമോൻ എന്നൊരു പേര് വിളിച്ചിരിക്കില്ല, തീർച്ച, അപ്പുവേട്ടൻ പറഞ്ഞു. എനിക്ക് മറ്റൊരു പേര് ആരും തന്നിട്ടില്ല. സ്കൂളിലും കോളേജിലും ബിജുമോൻ എന്ന പേര് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, ബിജുമോൻ പറഞ്ഞു. അവന്റെ മുഖം പൂർവാധികം വിളർത്തു. ഞാനൊരു നാടനാണ്, നഗരവാസികളുടെ പേരുകളൊന്നും കേട്ട് പരിചയിച്ചിട്ടില്ല, അപ്പുവേട്ടൻ പറഞ്ഞു. ഈ പ്രദേശത്തൊക്കെ എന്തൊക്കെ പേരുകളാണ് സാധാരണ ആൺകുട്ടികൾക്ക് കൊടുക്കുക? അമ്മു ചോദിച്ചു. രാഘവൻ, ഗോപാലൻ, കേശവൻ, ദാമോദരൻ മുതലായ പേരുകളൊക്കെ കൊടുക്കും. പേര് കേട്ടാൽ മനസ്സിലാക്കാലോ ആള് ആണെന്ന്. പെൺകുട്ടികൾക്ക് നാരായണി, കല്യാണി, ലക്ഷ്മി, പാർവതി. അമ്മുവിന്റെ ശരിക്കുള്ള പേര് കല്യാണി എന്നല്ലേ? അപ്പുവേട്ടൻ ചോദിച്ചു. അമ്മു മൂളി. ഒരു കനമുള്ള തോൾസഞ്ചി എടുത്ത് വളരെയധികം പ്രയാസത്തോടെ നടക്കുന്ന ബിജുമോനോട് അപ്പുവേട്ടൻ ചോദിച്ചു. ഞാൻ എടുക്കണോ തന്റെ സഞ്ചി? ബിജു തലയാട്ടി. വേണ്ട വേണ്ട, അയാൾ പറഞ്ഞു. കേറിയിരിക്കൂ കുട്ടികളെ, കുറേശ്ശെ മഴക്കാറ്. മഴ പെയ്യുമ്പോഴേക്കും നമുക്ക് ഗുരുവായൂർ എത്തണം. മഴ പെയ്താൽ ഈ റോഡ് ആകെ ദുർഘട, കൊണ്ടും കുഴിയും. ഗവൺമെന്റിന് മലബാർ പ്രദേശം തീരെ വേണ്ട. മാർക്സിസ്റ്റ് ഭരണം വന്നാലും വേണ്ടില്ല, കോൺഗ്രസ് ഭരണം വന്നാലും വേണ്ടില്ല, മലബാറുകാർക്ക് യാതൊരു ഗുണവുമില്ല. ടാക്സി ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ സർക്കാരിന്റെ അനാസ്ഥയെപ്പറ്റി ആവലാതിപ്പെട്ടുകൊണ്ടിരുന്നു. അച്ഛൻ പെങ്ങളുടെ മകളാ അമ്മ, ബോംബെയിൽ നിന്ന് ഗുരുവായൂർ തൊഴാൻ വരിക. അമ്മൂന്റെ കല്യാണം ഉറപ്പിച്ചു, കല്യാണച്ചക്കനെ കൂടെ. രണ്ടാളും IAS പരീക്ഷ ചെയ്തിരിക്കുകയാ, അപ്പുവേട്ടൻ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു. അപ്പുവേട്ടന്റെ തുറന്ന സംഭാഷണ രീതി ബിജുമോന്റെ രുചിക്കുന്നില്ലെന്ന് അയാളുടെ മുഖഭാവം വ്യക്തമാക്കി. വഴിമധ്യേ കുന്നംകുളത്ത് വെച്ച് അപ്പുവേട്ടൻ വണ്ടി നിർത്താൻ ഡ്രൈവറോട് ആജ്ഞാപിച്ചു. ഞാൻ ഉടനെ വരാം, 5 മിനിറ്റിൽ മടങ്ങാം. ഒരു ചാക്ക് നെല്ലിന്റെ വിത്ത് എടുത്തു വയ്ക്കാൻ ഇവിടെ ഒരാളെ ഏൽപ്പിച്ചിരിക്കുക. ഏതായാലും ഒരു ടാക്സി പിടിച്ചില്ലേ, ഇതിൽ കയറ്റി വെക്കാലോ, അപ്പുവേട്ടൻ പറഞ്ഞു. അപ്പുവേട്ടനും ഡ്രൈവറും കൂടി ഒരു ഇടവഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ ബിജു എന്റെ നേർക്ക് തിരിഞ്ഞു. അയാളുടെ മുഖത്ത് ഒരു പുച്ഛഭാവം പ്രകടമായിരുന്നു. എനിക്ക് അമ്മുവിന്റെ അപ്പുവേട്ടനെ വെറുക്കാൻ 3 കാരണങ്ങളുണ്ട്, അയാൾ പറഞ്ഞു. ഒന്നാമതായി, അയാൾ നമ്മെ കുട്ടികളെന്ന് വിളിച്ചു. നമ്മേക്കാൾ 5 or 6 വയസ്സ് മൂപ്പുണ്ടായിരിക്കാം അയാൾക്ക്, പക്ഷേ കുട്ടികളെന്ന് വിളിക്കാനുള്ള പ്രായവ്യത്യാസം അയാൾക്കില്ല. രണ്ടാമതായി, ഒരു ടാക്സി ഡ്രൈവറോട് അമ്മുവിന്റെ ജീവചരിത്രം മുഴുവൻ അയാൾ വിവരിച്ചു കൊടുത്തു. ടാക്സി ഡ്രൈവർമാരെ നമ്മുടെ വിവാഹ നിശ്ചയത്തെപ്പറ്റി അറിയിക്കേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. മൂന്നാമതായി, നമ്മെ ഈ ചൂടുള്ള ടാക്സിയിലിരുത്തി നെല്ലിന്റെ വിത്ത് വാങ്ങുവാൻ ഒരു പോക്ക്. അമ്മുവിന് തല വിയർക്കുന്നില്ലേ? എന്റെ തല വിയർക്കുന്നു. ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും എനിക്ക് ചുമയും തലവേദനയും വരാതിരിക്കില്ല. 5 മിനിറ്റ് ഒരു ടാക്സിയിലിരുന്നാൽ തലവേദന വരുമെങ്കിൽ ബിജുമോൻ എങ്ങും യാത്ര ചെയ്യാതെ വീട്ടിൽ അമ്മയുടെ അടുത്ത് മാത്രം കൂടണം, അമ്മ പറഞ്ഞു. എന്നെ പരിഹസിക്കുകയാണോ? അയാൾ ചോദിച്ചു. പരിഹസിക്കുന്ന സ്വഭാവം എനിക്കില്ല, അമ്മ പറഞ്ഞു. പരിഹസിക്കുന്ന സ്വഭാവമില്ലായിരിക്കാം, പക്ഷേ ഞാൻ പരിഹസിക്കുമ്പോൾ അമ്മ പൊട്ടിച്ചിരിക്കാറുണ്ട്. പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്നെ പരിഹാസത്തിൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, ബിജുമോൻ പറഞ്ഞു. ദുശാഠ്യക്കാരനായ ഒരു കുട്ടിയുടെ സ്വരം എന്ന പോലെ അയാളുടെ ശബ്ദം പെട്ടെന്ന് ഉയർന്നതായി അമ്മുവിന് തോന്നി. ഉച്ചത്തിൽ സംസാരിക്കരുത്, നോക്കൂ, കാറിന് ചുറ്റും നിന്ന് ആളുകൾ നമ്മെ തുറച്ചു നോക്കുന്നു, അമ്മ പറഞ്ഞു. ബിജുമോൻ കാറിന്റെ ചില്ലുകൾ ഉയർത്തി. നിരത്തിൽ നിന്നിരുന്നവർ കാറിന്റെ ചില്ലുകളിൽ തങ്ങളുടെ മൂക്കുകൾ പതിപ്പിച്ച് അകത്തേക്ക് ഇട്ടുനോക്കി. അമ്മുവും അസ്വസ്ഥയായി. അപ്പുവേട്ടൻ ഡ്രൈവറുടെ സഹായത്തോടെ ഒരു ചാക്ക് കാറിന്റെ പിന്നിൽ നിക്ഷേപിച്ചു. വണ്ടിക്ക് ചുറ്റും കൂടിയവരോട് അയാൾ മൃദുസ്വരത്തിൽ എന്തോ പറഞ്ഞു. അവർ മന്ദഹസിച്ചുകൊണ്ട് മാറി നിന്നു. ഡ്രൈവർ വണ്ടി ഓടിച്ചു തുടങ്ങിയപ്പോൾ അപ്പുവേട്ടൻ പറഞ്ഞു, നിങ്ങൾ രണ്ടും ഹിന്ദി സിനിമയിലെ നടീനടന്മാരാണെന്ന് കുന്നംകുളത്തുകാർ തെറ്റിദ്ധരിച്ചു. രേഖയോ രാജബബ്ബാറോ ആണെന്നാ അവർ വിചാരിച്ചത്. ഹിന്ദി സിനിമയുടെ താരങ്ങളെ ഈ പ്രദേശത്തുള്ളവർക്ക് എങ്ങനെ അറിയും? ബിജുമോൻ ചോദിച്ചു. ഹിന്ദി സിനിമകള് എന്നും കുന്നംകുളത്ത് കാണിക്കുന്നുണ്ട്. ഹിന്ദിയിൽ പറയുന്നതൊക്കെ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായി തുടങ്ങി, അപ്പുവേട്ടൻ പറഞ്ഞു.
അമ്മായിക്ക് സുഖാണോ? അമ്മു ചോദിച്ചു. കിടപ്പല്ല, പക്ഷേ കുളിമുറിയിൽ കൊണ്ടുപോകാനും കുളിപ്പിക്കാനും ഒക്കെ സഹായത്തിന് ഒരാളെ നിർത്തിയിരിക്കുക. ഞാൻ ലീവ് തീർന്നപ്പോൾ മടങ്ങിപ്പോയില്ല. എങ്ങനെയാ അമ്മയെ ഈ സ്ഥിതിയിൽ വിട്ടിട്ട് പോവുക? അമ്മയെ പിരിഞ്ഞു പോവാൻ മനസ്സ് വന്നില്ല, അപ്പേട്ടൻ പറഞ്ഞു. അപ്പോൾ ടാറ്റയിലെ ഉദ്യോഗം വേണ്ടെന്ന് വെച്ചു? ബിജുമോൻ ചോദിച്ചു. ഉവ്, ഞാൻ രാജിക്കത്ത് അയച്ചു കൊടുത്തു. ആർക്കു വേണ്ടിയാ ഞാൻ സമ്പാദിക്കുന്നത്? അമ്മയ്ക്ക് വേണ്ടി. ആ അമ്മയ്ക്ക് എന്നെ കൊണ്ട് വല്ല ഉപകാരം കിട്ടിയ? അപ്പേട്ടൻ പറഞ്ഞു. അപ്പേട്ടന് ഞാൻ അനുമോദിക്കുന്നു. ഉദ്യോഗം വലിച്ചെറിഞ്ഞ് അമ്മയെ പരിചരിക്കാൻ സന്നദ്ധനായല്ലോ. അമ്മായി ഭാഗ്യവതിയാണ്, അമ്മ പറഞ്ഞു. ഒരു ഉദ്യോഗമില്ലാതെ എങ്ങനെ ജീവിക്കും? സമയം പോവണ്ടേ? ബിജുമോൻ ചോദിച്ചു. അപ്പേട്ടൻ പൊട്ടിച്ചിരിച്ചു. സമയം പോവാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. സമയം തികയാത്ത ബുദ്ധിമുട്ട് എനിക്ക്. കാര്യസ്ഥന്മാരെ ഒക്കെയും പിരിച്ചയച്ചു. ഞാൻ തന്നെയാ കൃഷി നടത്തുന്നതും തെങ്ങ് കയറ്റിക്കുന്നതും തേങ്ങ വലിക്കുന്നതും ഒക്കെ. കുറച്ച് കൊപ്പരയുടെ ബിസിനസ് ഉണ്ട്, കഴിഞ്ഞുകൂടാൻ പ്രയാസമില്ല, അപ്പേട്ടൻ പറഞ്ഞു. എനിക്ക് ഒരാഴ്ചയിലധികം ഒരു ഗ്രാമത്തിൽ താമസിക്കുവാൻ വയ്യ, ബിജുമൻ പറഞ്ഞു. അയാളുടെ വാക്കുകൾ കേട്ട് അപ്പേട്ടൻ വീണ്ടും പൊട്ടിച്ചിരിച്ചു. പരിഹാസമോ പുച്ഛമോ തീണ്ടാത്തൊരു ചിരി. അത് ഹൃദ്യമായി അമ്മുവിന് തോന്നി. അമ്മു കലക്ടറായിട്ട് തൃശ്ശൂർ ജില്ലയിൽ വന്നാൽ നന്നായിരുന്നു. ഒന്നുമില്ലെങ്കിലും കലക്ടറെ പരിചയമുണ്ടെന്ന് പറഞ്ഞ് നടക്കാലോ. ഇപ്പൊ എന്നെ തിരിഞ്ഞു നോക്കാത്തവരും അപ്പോ എന്റെ കാക്കല് വന്നു വീഴും, അപ്പേട്ടൻ പറഞ്ഞു. ഡ്രൈവറും അപ്പേട്ടന്റെ പൊട്ടിച്ചിരിയിൽ പങ്കുകൂടി. അമ്മുവിന്റെ കസിൻ സംസാരിക്കുന്ന മലയാളം എനിക്ക് മനസ്സിലാവുന്നില്ല, ബിജുമോൻ ഇംഗ്ലീഷിൽ മന്ത്രിച്ചു. എന്നാൽ അപ്പേട്ടനോട് ഇംഗ്ലീഷിൽ വർത്തമാനം പറഞ്ഞോളൂ, അമ്മു നീരസത്തോടെ പറഞ്ഞു. അമ്മായി വീടിന്റെ ഉമ്മറത്ത് ഒരു തിണ്ണമേൽ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അമ്മു അവരെ ഗാഠമായി ആശ്ലേഷിച്ചു. അമ്മ ആകെ മാറിപ്പോയി, ഉയരവും വെച്ചു. പക്ഷേ നിറം കുറച്ച് മങ്ങിയിരിക്കുന്നു. വെയിലത്ത് നടന്നിട്ടാവുമല്ലേ? അമ്മായി ചോദിച്ചു. അമ്മായി, ഇതാണ് ബിജുമോൻ, അമ്മു പറഞ്ഞു. അമ്മായി രണ്ടുപേരെയും കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ കണ്ണുകൾ നനയുന്നുണ്ടെന്ന് അമ്മുവിന് തോന്നി. നല്ല ചേർച്ചയുണ്ട് കേട്ടോ, അമ്മായി പറഞ്ഞു. അപ്പോഴേട്ടും പെട്ടിയും തുകൽ സഞ്ചിയും അകത്തെ മുറികളിൽ കൊണ്ടുപോയി വെച്ച് മടങ്ങി. തെക്കേ അറയിൽ അമ്മ കിടന്നോളൂ, ബിജുമോൻ പത്തായപ്പുരയിൽ കിടന്നോളൂ, ഞാനും അവിടെയാ കിടക്കാറ്, അപ്പോഴേട്ടൻ പറഞ്ഞു. ബിജുമോൻ അമ്മുവിന്റെ നേർക്കൊരിക്കൽ നോക്കി. അവളുടെ മുഖത്ത് വിശേഷിച്ചൊരു ഭാവഭേദവും കാണാനുണ്ടായിരുന്നില്ല. അകത്ത് കിടന്ന പടിക്കൽ ആരേലും വന്നു നിന്ന് വിളിച്ചാൽ അശേഷം കേൾക്കില്ല. സങ്കടവും പറഞ്ഞുകൊണ്ട് പലരും വരും. ആ സമയത്തും കരഞ്ഞോണ്ട് വരും. ദീനം കൂടിയിട്ട് ആശുപത്രിയിൽ പോവാനും മരിച്ചോരെ ദഹിപ്പിക്കാനും ഒക്കെ കാശ് വേണം പറഞ്ഞ് എത്ര ആളാ വരിക? കൊടുക്കാണ്ട പറ്റില്ലല്ലോ, നാട്ടാരല്ലേ. എല്ലാവരുടെയും മക്കള് അന്യനാട്ടിലാ, ദുബായിലും ഖത്തറിലും അമേരിക്കയിലും ഒക്കെ. വയസ്സായ അമ്മയും അച്ഛനെയും ആരുടെയും തുണയില്ലാതെ നാട്ടിൽ കഷ്ടപ്പെടുക. എന്റെ കൈ കിടന്ന് എന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചിട്ട് എത്ര ആളുകളായി കഴിഞ്ഞ 4 കൊല്ലത്തിന്റെ ഇടയിൽ മരിച്ചത്, അപ്പേട്ടൻ പറഞ്ഞു. അപ്പോ അവന് കഴിയണ സഹായം ചെയ്തു കൊടുക്കും. രാത്രി വന്ന് വിളിച്ചാലും അവൻ ടോർച്ചും കൊണ്ട് പുറപ്പെടും. എന്നാ ഞാൻ ചിലപ്പോൾ പറയും, സൂക്ഷിക്കണേ, പാമ്പുണ്ടാവും വഴിയിൽ, അല്ലേല് വിഷന്നായ. അവനുണ്ടോ കേൾക്കണോ? അമ്മായി ചോദിച്ചു. അമ്മോനൊന്ന് കേൾക്കണോ? മരിക്കണോര് എന്നെ കണ്ടിട്ട് മക്കളാണെന്ന് തെറ്റിദ്ധരിക്കും. അബ്ദുവിന്റെ പാപ്പ മരിക്കുമ്പോ എന്റെ മടിയിലാ കിടന്നത്. മോനെ അബ്ദു, നീ വന്നൂലോ എന്ന് പറഞ്ഞോണ്ട് എന്റെ കൈയെടുത്ത് ഉമ്മ വെച്ചു. രാമൻകുട്ടിയുടെ അമ്മ എന്നെ വിളിക്കാണ്, രാമൻകുട്ടിയെ, അമ്മയുടെ ഓമനക്കുട്ടാന്ന്. മക്കളെ കാണാൻ കാത്തു കഴിയണവരല്ലേ, മരിക്കുമ്പോ മക്കൾ അടുത്തെത്തിന്ന് തോന്നാന്ന്, അപ്പേട്ടൻ പറഞ്ഞു. അടുക്കളയിൽ പാചകം ചെയ്തിരുന്ന ഭാർഗവി അമ്മ എന്ന വൃദ്ധയെ അപ്പേട്ടൻ പുറത്തേക്ക് വിളിച്ചു. അവരും പുഞ്ചിരിയോടെ അമ്മൂനെയും ബിജുമോനെയും നോക്കി കണ്ടു. നല്ല ചേർച്ചയുണ്ട്, ആങ്ങളെയും പെങ്ങളെയും ആണെന്നാ തോന്നുക, ഭാർഗവി അമ്മ പറഞ്ഞു. എനിക്കൊന്ന് കുളിക്കണം, കുളിമുറിയിൽ ഗീസറില്ലേ? ബിജുമോൻ അപ്പേട്ടനോട് ചോദിച്ചു. ഗീസർ വെക്കണം എന്ന് കുറെ ദിവസമായി വിചാരിക്കുന്നു, തരപ്പെട്ടില്ല. വെള്ളം ചൂടാക്കി ബക്കറിലാക്കി കൊണ്ടുവന്ന് തരും ആരെങ്കിലും. ജോലിക്ക് ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. മുറ്റമടിച്ചു വാരാൻ ഒരാള്, വെക്കാൻ ഒരാള്, പാത്രം മോറാൻ വേറൊരാള്, തുണി തിരുമാൻ വേറൊരാള്. 8-10 പേരുണ്ട് ഇവിടെ സഹായത്തിന്, അപ്പേട്ടൻ പറഞ്ഞു. ഇത്ര അനവധി ഭൃത്യന്മാരെ വെക്കുന്നത് നഷ്ടക്കച്ചവടമല്ലേ? ഇവർക്കൊക്കെ ശമ്പളത്തിന് പുറമെ ഭക്ഷണം കൊടുക്കണ്ടേ? ബിജുമോൻ ചോദിച്ചു.
അവരെ പിരിച്ചയച്ചാൽ എനിക്ക് കുറച്ച് പണം ലാഭിക്കാം. പക്ഷേ അവർക്കെന്താ, പട്ടിണി തന്നെ. കഴിയാൻ വകയുണ്ടെങ്കിൽ കുറച്ചു പേരെ തീറ്റിപ്പോറ്റണമെന്നാ എൻ്റെ അഭിപ്രായം. അതൊരു കടമയാ. എനിക്ക് വേണമെങ്കിൽ ഒരു പ്രഷർ കുക്കറിൽ 1 മണിക്കൂർ കൊണ്ട് അമ്മയ്ക്ക് വേണ്ട ചോറും സാമ്പാറും മെഴുക്കുപുരട്ടിയും ഉണ്ടാക്കാം. അത്രയ്ക്കുള്ള പാചകം എനിക്കും അറിയാം. പക്ഷേ അപ്പേട്ടൻ പറഞ്ഞു നിർത്തി. അപ്പുവിൻ്റെ സ്വഭാവം ഒരു വിചിത്ര സ്വഭാവമാണ്. ഈ പ്രായത്തിൽ വേറെ വല്ല ചെറുപ്പക്കാരും ഇവൻ ചെയ്യണ പ്രവൃത്തികൾ ചെയ്യുമോ? ഒരിക്കലുമില്ല. എവിടെയെങ്കിലും ഒരു പയ്യ പ്രസവിക്കണമെന്ന് കേട്ടാ അപ്പു അവിടെ സഹായത്തിനെത്തും. വല്ലവരും ആശുപത്രിയിൽ കിടക്കണമെന്ന് കേട്ടാ ഉടനെ അങ്ങോട്ട് പായും. വല്ലവരും മരിച്ചോന്ന് കേട്ടാ ശവം എടുക്കാനും കൂടി തയ്യാറാ. അമ്മായി അഭിമാനത്തോടെ പറഞ്ഞു. കുളി കഴിഞ്ഞ് തോട്ടത്തിലെ കാട്ടുമുല്ല, മന്ദാരം, പവിഴമല്ലി, പാരിജാതം മുതലായവ നോക്കി നടന്നപ്പോൾ ബിജുമോൻ പറഞ്ഞു, എനിക്ക് അമ്മോന്റെ നാടൻ കസിന്റെ ദീർഘകാല പ്രസംഗങ്ങൾ കേട്ട് മടുത്തു. ആ തള്ളയാണെങ്കിലോ മകന്റെ ഗുണഗണങ്ങളെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കും. നാളെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അയാൾ നമ്മുടെ കൂടെ വരുമോ? അപ്പുവേട്ടൻ വന്നില്ലെങ്കിൽ തുലാഭാരം എങ്ങനെ നടത്തും? ഞാൻ ഈ ജീവിതത്തിൽ എവിടെയും ഒരു തുലാഭാരവും നടത്തിയിട്ടില്ല, അമ്മ പറഞ്ഞു. ശർക്കര അയാൾ കൊണ്ടുപോകുമോ? ശർക്കരയും മറ്റും ചുമന്ന് അമ്പലത്തിലേക്ക് ഞാൻ നടക്കില്ല, ബിജുമോൻ പറഞ്ഞു. അപ്പുവേട്ടൻ എന്തിനാണ് ബിജുമോന് വേണ്ടി ശർക്കര പെട്ടികൾ ചുമക്കുന്നത്? അപ്പുവേട്ടന് വേറെ തൊഴിലൊന്നുമില്ലെന്ന് കരുതിയോ? അമ്മ ചോദിച്ചു. അമ്മ ഇവിടെ എത്തിയ ശേഷം മാറിയിരിക്കുന്നു. ഞാനൊരു അന്യനായി തീർന്നു അല്ലേ? ഇപ്പോഴത്തെ ഹീറോ നാടൻ കസിനാണല്ലേ? ബിജുമോൻ ചോദിച്ചു. ഉച്ചയ്ക്ക് വിശ്രമത്തിന് ശേഷം ചായ കുടിച്ച് അമ്മുവും ബിജുമോനും അപ്പുവേട്ടന്റെ നെൽപ്പാടങ്ങൾ കാണുവാൻ അയാളുടെ കൂടെ ഇറങ്ങി തിരിച്ചു. പാടത്തിന്റെ സീമന്തരേഖയായ വരമ്പൽ കൂടി നടന്ന് തീപ്പുല്ല് വളർന്നു നിൽക്കുന്ന ഒരു കുളക്കരയിൽ അവർ എത്തി. കുളത്തിന്റെ സമീപം ഒരു കാവൽപ്പുര ഉണ്ടായിരുന്നു. അതിലൊരു കട്ടിലും കപ്പൽപ്പായയും തേങ്ങ വെട്ടാനുള്ള വെട്ടുകത്തിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മൂന് ഇളനീര് കുടിക്കാൻ വേണോ? അപ്പേട്ടൻ ചോദിച്ചു. ഇളനീരെവിടെ? അമ്മ ചോദിച്ചു. അപ്പേട്ടൻ കട്ടിലിന്റെ കീഴിൽ നിന്ന് 4 കരിക്കുകൾ വലിച്ചെടുത്തു. വെട്ടുകത്തി കൊണ്ട് കരിക്ക് ചെത്തുമ്പോൾ അപ്പേട്ടൻ തന്നെ ചുണ്ടുകൾ കോട്ടുന്നത് കണ്ട് അമ്മു ചിരിച്ചു. തീപ്പുല്ലിന്റെയും ചാണകത്തിന്റെയും ഗന്ധങ്ങൾ അവരുടെ നാസാരന്ധ്രങ്ങളിൽ തത്തിക്കളിച്ചു. കതിരിട്ട ആ പാടങ്ങളിലൂടെ കടന്നു വന്ന കാറ്റിന്റെ നിശ്വാസം അമ്മയുടെ താരാട്ട് പോലെ സുഖകരമായിരുന്നു. അമ്മു കണ്ണുകൾ അടച്ചുകൊണ്ടാണ് കരിക്ക് കുടിച്ചു തീർത്തത്. കുറച്ച് വെള്ളം ബാക്കി വെക്കണം, അപ്പേട്ടൻ പറഞ്ഞു. അതെന്തിനാ? അമ്മു ചോദിച്ചു. അതുകൊണ്ട് മുഖം കഴുകാനാ, ക്ഷീണം മാറി കിട്ടും, അപ്പേട്ടൻ പറഞ്ഞു. ബിജു കരിക്കിൻ വെള്ളം കൊണ്ട് മുഖം കഴുകി ഉറുമാലെടുത്ത് മുഖം തുടച്ചു. അയാളുടെ കവിളുകളിലെ രക്തച്ചവി നോക്കിക്കൊണ്ട് അപ്പേട്ടൻ പറഞ്ഞു, സുന്ദര കുട്ടനായിരിക്കണു. ബിജുമോൻ അമ്മുവിന്റെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. ഇവിടെ ചാണകത്തിന്റെ ദുർഗന്ധമുണ്ട്. പാടത്ത് ചാണകം ഇടാറുണ്ടോ? ബിജുമോൻ അപ്പുവേട്ടനോട് ചോദിച്ചു. ചാണകം പൊടിച്ച് വെണ്ണീരും ചേർത്ത് വിതറിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കൃഷിക്ക് യാതൊരു രാസവളവും ഉപയോഗിക്കാറില്ല. പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് ഹോർമോൺ ചികിത്സ നടത്തുന്നത് പോലെയുള്ള അപകടം പിടിച്ചൊരു പരിപാടിയാണ്. രാസവളം വിതറിയ പിന്നെ കീടങ്ങൾ വരും. പിന്നെ കീടനാശിനി ഉപയോഗിക്കണം. അതിന്റെ വിഷവായു ഏറ്റാ പിന്നെ എന്തൊക്കെ മഹാവ്യാധികളാ മനുഷ്യന് പിടിക്കാന്ന് ആർക്കും നിശ്ചയില്ല, അപ്പേട്ടൻ പറഞ്ഞു. ഇന്നുണ്ട ചോറ് അപ്പേട്ടന്റെ പാടത്ത് വിളഞ്ഞ നെല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണോ? അമ്മ ചോദിച്ചു. അതെ, പച്ചക്കറിയും ഉഴുന്നും ഒക്കെ ഞാൻ ഉണ്ടാക്കണതാ. കാശ് കൊടുത്ത് വാങ്ങണ ഒരേ ഒരു വസ്തു മരുന്നാ. അത് അമ്മയ്ക്ക് കഴിക്കാനുള്ളതാ, അപ്പേട്ടൻ പറഞ്ഞു. അത്ഭുതം തന്നെ, ബിജുമോൻ പെറുപുറത്തു. അത്ഭുതപ്പെടാനൊന്നുമില്ല, ഇതൊരു ജീവിത രീതി അത്ര തന്നെ. സന്ധ്യയ്ക്ക് അമ്മവും ബിജുമോനും അപ്പേട്ടന്റെ കൂടെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയി. ബിജുവിനെ മുണ്ടു ചുറ്റിച്ചതും അപ്പേട്ടനായിരുന്നു. നടക്കൽ വരിവരിയായി സ്ഥിതി ചെയ്തിരുന്ന കടകളിൽ നിന്ന് ഗുരുവായൂരപ്പന്റെ ലോക്കറ്റും 8 കുപ്പിവളകളും വാങ്ങിച്ച് അപ്പേട്ടൻ അമ്മുവിന് സമ്മാനിച്ചു. ബിജുമോന് ചുവന്ന കരയുള്ള ഒരു ഡബിൾ മുണ്ടും അയാൾ സമ്മാനിച്ചു. എന്റെ ഓർമ്മയ്ക്ക്, അപ്പേട്ടൻ പറഞ്ഞു. അപ്പേട്ടനെ ഓർമ്മിക്കാൻ യാതൊരു സമ്മാനവും ആവശ്യമില്ല. അപ്പേട്ടനെ മറക്കാൻ എളുപ്പമല്ല, അമ്മു പറഞ്ഞു. ബിജുമോൻ അവളെ തുറച്ചു നോക്കി. പണിക്കരുടെ മകൾ അമ്മുവാണ്. അച്ഛൻ പെങ്ങളുടെ മൂത്ത കുട്ടി. കല്യാണം ഉറപ്പിച്ചിരിക്കുക. ഇതാ ഈ കാണുന്ന കുട്ടിയാ. IAS പരീക്ഷ ചെയ്തു കഴിഞ്ഞു. നാളെ അമ്പലത്തിനൊരു തുലാഭാരം നടത്താണ്ട്. ശർക്കരയുണ്ട് ഒരു തുലാഭാരം. അപ്പേട്ടൻ ഖദർ വസ്ത്രം വിൽക്കുന്ന ഷോപ്പിലിരുന്ന് മധ്യവയസ്കരോട് വിളിച്ചു പറഞ്ഞു. ജീവചരിത്രം, ബിജുമോൻ പെറുപുറത്തു.
തന്റെ കുപ്പിവളകൾ ശബ്ദിപ്പിച്ചുകൊണ്ട് അമ്മു ക്ഷേത്രത്തിനുള്ളിലേക്ക് നടന്നു. പിന്നിൽ രോമരഹിതമായ നെഞ്ചും പ്രദർശിപ്പിച്ചുകൊണ്ട് ബിജുമോനും ആ കവാടം കടന്നു. ബിജുമോൻ ഗുരുവായൂർ ഇതിനു മുൻപ് വന്നിട്ടില്ലേ? അപ്പോഴും ചോദിച്ചു. ഇവിടെ വന്നിട്ടില്ല, പക്ഷേ ഞാൻ ബോംബെയിലെ മഹാലക്ഷ്മി ക്ഷേത്രത്തിലേക്കും സിദ്ധിവിനായക ക്ഷേത്രത്തിലേക്കും പലതവണ പോയിട്ടുണ്ട്, ബിജുമോൻ പറഞ്ഞു. ബോംബെയിലെ ക്ഷേത്രങ്ങളുടെ പോലെയല്ല നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം. ബോംബെയിൽ കുളിക്കാണ്ടേ അമ്പലത്തിൽ പോവാം, ഇവിടെ അത് പറ്റില്ല, അപ്പോട്ടൻ പറഞ്ഞു. അന്നു രാത്രി കനത്തിൽ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരോ വടിവാതിൽ തുറക്കുന്നതിന്റെ ശബ്ദം അമ്മുവിനെ ഉണർത്തി. അവൾ എഴുന്നേറ്റപ്പോൾ അമ്മായിയും ഉറക്കം ഉണർന്നു. ആരോ പടിവാതിൽ തുറന്നു. അമ്മ പറഞ്ഞു. വല്ലവരും അപ്പൂനെ വിളിക്കാൻ വന്നതേയിരിക്കും, അമ്മ ഉറങ്ങിക്കോളോ, അമ്മായി പറഞ്ഞു. മറിയയുടെ പയ്യ് പെറുന്നില്ലാത്രേ, മൃഗഡോക്ടറും വന്ന് നോക്കിയോണ്ട് പോയിന്ന് പറഞ്ഞു, ഭാർഗവി അമ്മ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു. തെക്കേ പറമ്പിലെ 10 സെന്റുകാരാ മറിയ എട്ടിയച്ചനും, അമ്മായി പറഞ്ഞു. കറുത്ത മണിപ്പയർ പോലെയുണ്ട് പൈക്കുട്ടി, എത്ര നേരായി ബേ ബേന്ന് കരയണോ. അപ്പൂട്ടൻ പോയിട്ടുണ്ട്. മൃഗഡോക്ടറും തോറ്റ് പിന്മാറിയിട്ടുള്ള പേര് അപ്പൂട്ടൻ എടുത്തിട്ടുണ്ട്, ഭാർഗവി അമ്മ പറഞ്ഞു. അമ്മ ഓടി പടിവാതിൽ കിടന്ന് അപ്പുവേട്ടനെയും ഇട്ടിച്ചനെയും ഇരുട്ടിൽ അനുഗമിച്ചു. ഈ രാത്രി നേരത്തെ പെൺകുട്ടികൾ പുറത്തിറങ്ങുന്നത് അത്ര ശരിയല്ല, അപ്പുവേട്ടൻ പറഞ്ഞു. പശു പറയണത് എനിക്കും കാണണം, അമ്മ പറഞ്ഞു. നമ്മുടെ അച്ഛൻ പെങ്ങളുടെ കുട്ടിയാ, ബോംബെന്ന് വന്നിരിക്കുക, കല്യാണം ഉറപ്പിച്ചു, കല്യാണച്ചക്കനും കൂടെ വന്നിട്ടുണ്ട്, വീട്ടിൽ കിടന്നുറങ്ങുക, അപ്പുവേട്ടൻ ഇട്ടിയച്ചനോട് പറഞ്ഞു. ഇട്ടിയച്ചൻ ചൂട്ടു വീശുന്നത് അരനിമിഷത്തിന് നിർത്തി അമ്മുവിനെ ഉറ്റുനോക്കി. അമ്മയുടെ തല സ്വരൂപം, അതേ നിറം, അതേ മുടി. ഇട്ടിയച്ചൻ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇട്ടിയച്ചന് അച്ഛൻ പെങ്ങളെ ഓർമ്മയുണ്ടല്ലേ ഗുരുവായൂർ വന്നത്? അമ്മയ്ക്ക് ദീനം തുടങ്ങിയപ്പോഴാ. 2 ദിവസം താമസിച്ച് മടങ്ങിയെന്ന് ഭാർഗവിയമ്മ പറഞ്ഞു. ഞാൻ കണ്ടിട്ട് 10-12 കൊല്ലായി, അപ്പേട്ടൻ പറഞ്ഞു. കാലം മാറിയെന്നേ, ഇപ്പോ ആർക്കും ആരെയും സ്നേഹമില്ല. എൻ്റെ മോള് മേരി കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് പോയതാ, ഇപ്പോൾ 7 കൊല്ലം കഴിഞ്ഞു, കത്തും കൂടി എഴുതില്ല, ഓളപ്പനെ മറന്നു, ഇട്ടിയച്ചൻ പറഞ്ഞു. അപ്പോഴേട്ടൻ എത്തിയപ്പോഴേക്കും പശു എങ്ങനെയോ പ്രസവിച്ചു കഴിഞ്ഞിരുന്നു. പശുക്കിടാവിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയതും അമ്മയുടെ അകിട്ടിലേക്ക് അതിനെ അടുപ്പിച്ചു കൊടുത്തതും അപ്പേട്ടനായിരുന്നു. പശുക്കിടാവിന്റെ നനഞ്ഞ ശരീരം വൈക്കോൽ കൊണ്ട് വൃത്തിയാക്കുമ്പോഴും പശുവിന്റെ മുലത്തടം തടവുമ്പോഴും അടിഭാഗത്ത് നനുത്ത രോമം വളർന്നു നിൽക്കുന്ന കൈവിരലുകൾ അമ്മ കൗതുകത്തോടെ നോക്കിക്കണ്ടു. ആ വിരൽ തുമ്പുകളുടെ കാരുണ്യം അവൾക്ക് മനസ്സിലാകുവാൻ ആ ദൃശ്യങ്ങൾ മതിയായിരുന്നു താനും. ഇട്ടിയച്ചന്റെ ഭാര്യ മറിയ പാലൊഴിക്കാത്ത കാപ്പി 2 ഗ്ലാസുകളിൽ ഒഴിച്ചുകൊണ്ടുവന്നു. അമ്മുവും അപ്പുവേട്ടനും മൗനം അവലംബിച്ചുകൊണ്ട് ആ കട്ടൻ കാപ്പി കുടിച്ചു, മെല്ലെ മെല്ലെ ഊതിക്കൊണ്ട്. മടങ്ങുമ്പോൾ 2 പേരും വളരെയധികം നേരം അന്യോന്യം സംസാരിച്ചില്ല. ഒടുവിൽ പടിവാതിലിന്റെ പടവുകൾ കയറുമ്പോൾ അവളുടെ കൈ ഒരു നിമിഷം ഗ്രഹിച്ചുകൊണ്ട് അപ്പുവേട്ടൻ പറഞ്ഞു. അമ്മു, നീ എന്റെ കൂടെ രാത്രി വരേണ്ടിരുന്നില്ല, ഇത് ബോംബെ അല്ല, ഗുരുവായൂരാ. ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും, അമ്മുവിന്റെ പേര് കേടുവരുത്തും. തനിക്ക് അയാളോട് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ടെന്ന് അമ്മുവിന് തോന്നി. തന്റെ കൈ കുറച്ചു നേരം കൂടി പിടിച്ചുകൊണ്ടേയിരിക്കണമെന്നും അവൾക്ക് അപ്പുവേട്ടനോട് പറയുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവളുടെ നാവ് ചലിച്ചില്ല. അമ്മ പിറ്റേ ദിവസം ഉണർന്നപ്പോൾ നേരം 8 മണി കഴിഞ്ഞിരുന്നു. അമ്മായിയെ കിടക്കയിൽ അവൾ കണ്ടില്ല. ഉമ്മറത്ത് ചെന്നപ്പോൾ അമ്മായി തിണ്ണമേൽ തൂണും ചാരി ഇരുന്നിരുന്നു. ചാരുകസേരയിൽ നീല പട്ടുകൊണ്ട് തയ്പ്പിച്ച ഒരു ഡ്രസ്സിംഗ് ഗൗൺ ധരിച്ച് ബിജുമോൻ വിശ്രമിച്ചിരുന്നു. ആ യുവാവ് അമ്മുവിനെ കണ്ട് ചിരിച്ചില്ല. മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ അമ്മു ചോദിച്ചു, എന്താണ് കോപിക്കുവാൻ ഒരു കാരണമുണ്ടായത്? ബിജു മറുപടി പറഞ്ഞില്ല. അമ്മായി അമ്മുവിനെ നോക്കി പുഞ്ചിരി തൂക്കി. ഇന്നലെ രാത്രി അപ്പുവിന്റെ കൂടെ ഇട്ടച്ചന്റെ പയ്യ് പിറന്ന കാണാൻ പോയിന്ന് ഭാർഗവിയമ്മ പറഞ്ഞു. ഊരിലിട്ടിട്ട് പുറത്തു പോവേണ്ടിയിരുന്നില്ല. പെൺകുട്ടികൾ രാത്രി സമയത്ത് പുറത്ത് പോകാൻ പാടില്ല, വല്ലതും കണ്ട് പേടിക്കില്ലേ? അമ്മായി അമ്മുവിനോട് ചോദിച്ചു. എന്തിനാണ് പേടിക്കുന്നത്? എൻ്റെ കൂടെ അപ്പേട്ട ഉണ്ടായിരുന്നില്ലേ? അമ്മു ചോദിച്ചു. അമ്മായി പൊട്ടിച്ചിരിച്ചു. ഇന്നല്ലേ തുലാഭാരം, ഞാൻ കുളിച്ചു വരാം, നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? അമ്മു ബിജുമോനോട് ചോദിച്ചു. അപ്പു ശർക്കര ഏർപ്പാടാക്കാൻ പോയിരിക്കുക, അവൻ വരട്ടെ, അമ്മായി പറഞ്ഞു. മെലിഞ്ഞ ആളായതും വലിയ ഭാഗ്യായി, അത്രയ്ക്കും ശർക്കര ലാഭായി, അമ്മു പറഞ്ഞു. ബിജു ചിരിച്ചില്ല, മൗനം ലംഘിച്ചതുമില്ല. അമ്മു മമ്മിയൂർ ക്ഷേത്രകുളത്തിൽ കുളിച്ചപ്പോൾ ഭാർഗവി അമ്മ കടവത്ത് മുണ്ടുകൾ അലക്കിയിരുന്നു. നീന്തലൊന്നും മറന്നില്ല അല്ലേ? ഭാർഗവിയമ്മ ചോദിച്ചു. ഒന്നും മറന്നിട്ടില്ല, അമ്മു
വെള്ളത്തിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. ഇവിടുത്തെ അപ്പൂട്ടം മതിയായിരുന്നില്ലേ അമ്മോ? കല്യാണം ഉറപ്പിച്ചു എന്ന് കേട്ട ദിവസം ആള് അത്താഴപ്പട്ടിണി കിടന്നു. കുട്ടിയുടെ അമ്മായി കുറെ കരഞ്ഞു. ഭാർഗവി അമ്മ പറഞ്ഞു. അമ്മ യാതൊന്നും പറഞ്ഞില്ല. പറയുവാൻ ശക്തി നഷ്ടപ്പെട്ടുവെന്ന് അവൾക്ക് തോന്നി. എന്റെ ജോലി കഴിഞ്ഞു, ഞാൻ പോട്ടെ മോളെ. ഭാർഗവി അമ്മ നനഞ്ഞ തുണികൾ എടുത്ത് ചുമലിലിട്ടുകൊണ്ട് നടന്നു. കുളി കഴിഞ്ഞ് ചീർത്ത മുഖവും കലങ്ങി ചുവന്ന കണ്ണുകളുമായി അമ്മ വീട്ടിലെത്തിയപ്പോഴേക്കും ബിജുമോനും അപ്പുവേട്ടനും അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. എവിടെയായിരുന്നേ? അപ്പു ഇവിടെയൊക്കെ തെരഞ്ഞു. ഒടുവില് അമ്പലനടയിൽ നിൽക്കുണ്ടാവുമെന്ന് പറഞ്ഞ് രണ്ടാളും കൂടി പോയി. ഒന്നാം തരം ശർക്കര വെല്ലാം മേടിച്ചിരിക്കുന്നത്. വെളുത്ത ശർക്കര വെല്ലം 3 വട്ടി നിറച്ചുണ്ട്, അമ്മായി പറഞ്ഞു. ഞാനിപ്പോൾ ഈ ചൂടിൽ നടക്കാൻ പോണില്ല. തുലാഭാരം കഴിപ്പിക്കാൻ അപ്പുവേട്ടൻ മതി, അമ്മ പറഞ്ഞു. ഇട്ടേച്ചന്റെ പശു പ്രസവിച്ച കുട്ടി അകാരണമായി രാവിലെ ചത്തുവെന്നും അതിന്റെ തോലിൽ വൈക്കോൽ നിറച്ച് ഒരു വ്യാജ കിടാവിനെ ഉണ്ടാക്കി പശുവിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചാൽ പശു പാൽ ചുരത്തിക്കൊണ്ടിരിക്കുമെന്നും മണ്ണാൻ പറഞ്ഞുവെന്നും ആ കർമ്മം ദുഷ്കരമാണെന്ന് പറഞ്ഞ് അപ്പുവേട്ടൻ തടഞ്ഞുവെന്നും ഭാർഗവി അമ്മ അമ്മുവിനോട് പറഞ്ഞു. ഗ്രാമജീവിതം സംഭവബഹുലമായി അവൾക്ക് തോന്നി. പയ്യനെയും ചതിക്കാൻ പാടില്ലെന്നാ നമ്മുടെ അപ്പൂട്ടൻ പറഞ്ഞത്, ഭാർഗവി അമ്മ പറഞ്ഞു. മനുഷ്യരേന്നല്ല, ഒരു നാൽക്കാലിയും കൂടി നമ്മുടെ അപ്പു ചതിക്കില്ല. അമ്മായി 2 കാലുകളും നീട്ടിയിരുന്ന് സാവധാനത്തിൽ മുന്നോട്ടും പിന്നോട്ടും ആട്ടിക്കൊണ്ട് പറഞ്ഞു. അമ്മു, നേരത്തെ കുട്ടി ചോറുണ്ടോളൂ. അവര് അമ്പലത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ഉടനെ തൃശ്ശൂർക്ക് പുറപ്പെടേണ്ടി വരും, അമ്മായി പറഞ്ഞു. അമ്മു മുറ്റത്തെ മാവുകളിൽ ചിലയ്ക്കുന്ന അണ്ണാനെയും അമരപന്തലിന്റെ മീതെ മൂളി മൂളി പറക്കുന്ന കരിവണ്ടുകളെയും നോക്കി. വെയിലിൽ തിളങ്ങുന്ന വാഴത്തോപ്പുകളെയും അവൾ നോക്കി കണ്ടു. ഇട്ടിയച്ചന്റെ ഓലപ്പുരയുടെ പിന്നിൽ നിന്ന് കുഞ്ഞു നഷ്ടപ്പെട്ട ഒരു പശു ഉറക്കെ ഉറക്കെ കരയുന്നത് അവൾ കേട്ടു. ആ മാതാവിന്റെ ദുഃഖം തന്റെ സിരകളെ തളർത്തുന്നതായി അമ്മുവിന് തോന്നി. ഞാൻ ഇന്ന് ബിജുമോന്റെ കൂടെ ബോംബെക്ക് മടങ്ങുന്നില്ല, അവൾ പറഞ്ഞു.